ഹായ് പ്യാരെ വെച്ച് വന്ന സാറാണ്. എല്ലാ മക്കളും അടിപൊളിയായിട്ട് പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ എത്തിക്കഴിഞ്ഞു. സാർ വളരെ പ്രയാസം ഉണ്ടായിരുന്നു ചില പരീക്ഷകളൊക്കെ, പക്ഷേ ചില പരീക്ഷകൾ ഞങ്ങൾ എളുപ്പമായിട്ട് എഴുതിയിട്ടുണ്ട് എന്നൊക്കെ പേടിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാകും. നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതി സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് നല്ല മാർക്കൊക്കെ വാങ്ങാൻ വേണ്ടി സാധിക്കും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ വരാനിരിക്കുന്ന പരീക്ഷ അടിപൊളിയായിട്ട് സെറ്റ് ആക്കുന്നതിനെ കുറിച്ച് മാത്രം എൻ്റെ മക്കൾ ചിന്തിച്ചാൽ മതി. അപ്പൊ അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഹിന്ദി പരീക്ഷ നമ്മൾ സെറ്റ് ആക്കണം. ഹിന്ദി പരീക്ഷയുടെ ഡേറ്റ് എന്താണ്? 24-ാം തീയതിയാണ് നമ്മുടെ ഹിന്ദി പരീക്ഷയുടെ ഡേറ്റ് എന്നുള്ളത് അനസാറിന്റെ എല്ലാ മക്കളും എന്ത് ചെയ്യുക, ഒന്ന് ഓർത്ത് വെക്കുക. എന്നാണ് നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ്? 24 അല്ലേ നമ്മുടെ പരീക്ഷയുടെ ഡേറ്റ്. അപ്പൊ ഇന്ന് 22 ആയിട്ടുള്ളൂ. ഇന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, മിനി മാരത്തോൺ സെറ്റ് ആക്കുന്നുണ്ട്. അപ്പൊ മിനി മാരത്തോണിൽ നമ്മൾ കംപ്ലീറ്റ് പാഠഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഇന്ന് ഡിസ്കസ് ചെയ്യുക. അപ്പൊ എല്ലാ മക്കളും ആ ലൈവിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. മാത്രമല്ല 23-ാം തീയതി, അതായത് നാളെ നമ്മൾ എന്ത് ചെയ്യും, ആ മെഗാ മാരത്തോൺ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ നമ്മൾ നാളത്തെ ലൈവിലൂടെ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എളുപ്പമാകും. പിന്നെ 24-ാം തീയതിയാണ് നമ്മുടെ പരീക്ഷ. അവിടെ നമുക്ക് ഒരു മോർണിംഗ് ബൂസ്റ്റർ വരും. അടിപൊളിയായിട്ട് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പൊ നമ്മൾ സെറ്റായി. അപ്പൊ ഹിന്ദിയുടെ കാര്യം എൻ്റെ മക്കൾ പേടിക്കണ്ട, ഞങ്ങൾ എന്ത് ചെയ്യും, അടിപൊളിയായിട്ട് നിങ്ങളെ സെറ്റ് ആക്കി തരും. അപ്പോൾ നമ്മുടെ എല്ലാ ലൈവുകളിലൊക്കെ നമ്മൾ ഇടുന്ന കോണ്ടന്റ് വീഡിയോസും ഷോർട്ട് വീഡിയോസും ഒക്കെ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അടിപൊളിയായിട്ട് ഹിന്ദിയുടെ പേടി നിങ്ങൾക്ക് മാറും. അടിപൊളിയായിട്ട് നല്ല മാർക്ക് നമുക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ അൻസാർ വളരെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ഇവിടെ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാ മക്കളും കൃത്യതയോട് കൂടി എന്ത് ചെയ്തോ, ഒന്ന് ശ്രദ്ധിച്ചു. അപ്പൊ നോക്കി, നമ്മുടെ ഈ ഒരു ചോദ്യം വായിക്കുമ്പോൾ തന്നെ ഏത് പാഠഭാഗം എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഏക് മഹിളാനെ അപ്പനി ബാൽക്കണി പർ ആക്കർ കഹ, അല്ലെ, ഒരു സ്ത്രീ തന്റെ ബാൽക്കണിയിൽ വന്നിട്ട് എന്ത് ചെയ്യാണ്, വിളിച്ച് പറയാണ് എന്തെന്നാൽ വേ ചൽ നഹി സക്തി ഹേ, അല്ലെ, എന്താണ്, അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, നടക്കാൻ കഴിയില്ല. ഇസ്ലിയെ, അതുകൊണ്ട് തന്നെ നഹി ആ പായെങ്കി യഹ് സുൻകർ മാത്യോനെ വഹി ഗഡേ ഹോക്കർ ഉൻകെ ലിയെ പെർഫോം കിയ. അതായത് അവർക്ക് അതുകൊണ്ട് നടക്കാൻ കഴിയാത്തത് കാരണം അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് സാധിക്കൂല. യഹ് സുൻകർ, ഇത് കേട്ടിട്ട് നമ്മുടെ മാത്യോ എന്ത് ചെയ്യാണ്, വഹി ഗഡേ ഹോക്കർ, അവിടെ നിന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാണ്, ഉൻകെ ലിയെ, അവർക്ക് വേണ്ടിയിട്ട് പെർഫോം കിയ, പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാണ്, ഗംഭീരമായിട്ട് പെർഫോം നടത്താൻ വേണ്ടി തീരുമാനിക്കുക, അവിടെ പെർഫോം ചെയ്യുകയും ചെയ്തു. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള കണ്ടന്റ്. ഇനി എന്താണ് നമ്മുടെ ചോദ്യം, ആ പാസേജ് ഇതാണ്. ഇനി എന്താണ് ചോദ്യം എന്നുള്ളത് നമുക്ക് നോക്കാം. ഈസ് അവസർ പർ, അല്ലെ, ഈ അവസരത്തിൽ മഹിള ഓർ മാത്യോ, ഒരു സ്ത്രീയും അതേപോലെ ആ മാത്യോയും തമ്മിലുള്ള ബീച്ച് എന്ന് പറഞ്ഞാൽ അവർ തമ്മിലുള്ള ഇടയിൽ സംസാരിക്കാൻ സാധ്യതയുള്ള ബാത് ജീത് ലിഖിയെ, സംഭാഷണം എഴുതുക എന്നുള്ളതാണ് എൻ്റെ മക്കളോട് പറയാം. അപ്പോൾ ഒരു സംഭാഷണം എന്തായാലും എൻ്റെ മക്കൾ മനസ്സിലാക്കിക്കോ, നമ്മുടെ 24-ാം തീയതി നടക്കുന്ന പരീക്ഷയിൽ ചോദിക്കും, അതായത് കോൺവെർസേഷൻ. അപ്പൊ ആദ്യം തന്നെ എൻ്റെ മക്കളെ ഒരു ഉറപ്പ് നിങ്ങളുടെ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. എന്താന്ന് വെച്ചാൽ, ഒരു കോൺവെർസേഷൻ വന്നാൽ എന്തായാലും ഞങ്ങൾ എഴുതും, എന്ത് സംഭവിച്ചോട്ടെ ഞങ്ങൾ എഴുതും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസവും ഒരു ദൃഢനിശ്ചയവും നിങ്ങളുടെ മനസ്സിൽ വേണം എന്നുള്ളത് അനുസാറിന്റെ മക്കൾ എന്ത് ചെയ്യുക, സെറ്റായിട്ട് മനസ്സിലാക്കി. അപ്പൊ ചോദ്യം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. അപ്പൊ ഏതാണെങ്കിലും ഇപ്പൊ സാറ് വായിച്ച പോലെ ആദ്യം ചോദ്യം ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരായിരിക്കണം. നോട്ട് ദ പോയിന്റ്, അല്ലെ. ചോദ്യം നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റില്ല. ചോദ്യം നമ്മൾ 2-3 തവണ വായിച്ച് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏത് ചോദ്യങ്ങൾക്ക് നമുക്ക് ഉത്തരം എഴുതാനും സാധിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഭാഷയാണ് നമ്മുടെ ഹിന്ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ തന്നെ ഉണ്ടാവും ഉത്തരം. നമ്മൾ 1-2 തവണ ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് കുറേ സംഭവങ്ങൾ വരും. അപ്പൊ ഈ ഒരു പാസേജ് ഇപ്പോൾ നമ്മൾ വായിച്ചു. അപ്പൊ ഇന്ന് നമ്മുടെ മിനി മാരത്തോണിൽ നമ്മൾ പാഠഭാഗം മുഴുവൻ ഡിസ്കസ് ചെയ്യുമ്പോൾ നാളെ ഏത് ചോദ്യം വായിച്ചാലും നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. മനസ്സിലായോ? അപ്പൊ അത്തരത്തിൽ നമ്മൾ എന്ത് ചെയ്യും, അടിപൊളിയാക്കും എന്നതാണ്. അപ്പൊ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആ സംഭാഷണം. അപ്പൊ പാഠഭാഗം ഏതാ നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നു എന്നാണ് സാർ ആദ്യം പറഞ്ഞിരുന്നു. ഏതാണ്? ജബ് ഹം ധീരെ ചൽത്തെ ഹേ എന്നായിരുന്നു നമ്മുടെ പാഠഭാഗത്തിന്റെ പേര്. അപ്പൊ അവിടെ മഹിളയും മാത്യോയും തമ്മിൽ സംസാരിക്കാൻ ഇടയുള്ള സംഭാഷണം ഇതാണ്. അപ്പൊ മഹിള നമ്മൾ ആദ്യം പറയാം, ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണല്ലോ പറയാണ്, ബേട്ടാ ബേട്ടാ, അല്ലേ, എന്താ പറഞ്ഞത്, അല്ലേ, നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ നമ്മുടെ അമ്മമാര് വിളിക്കുന്ന ആ രീതിയിലുള്ള വളരെ ലളിതമായിട്ടുള്ള ആ ഭാഷ നമുക്ക് ഉപയോഗിക്കാം. ബേട്ടാ ബേട്ടാ, മോനെ മോനെ, അല്ലേ പറയാ. അപ്പൊ മാത്യോ പറയാണ്, ഹാ മാജി ബോലിയേ, ഹാ അമ്മച്ചി പറഞ്ഞോളൂ, അല്ലെങ്കിൽ ആ അമ്മ പറഞ്ഞോളൂ എന്ന് പറയാണ്. അപ്പൊ മഹിള പറയാണ്, മേം ചൽ നഹി സക്തി, അല്ലേ, എന്താ അങ്ങനെ പറഞ്ഞാൽ എനിക്ക് നടക്കാൻ കഴിയില്ല, അല്ലെ, ഇസ്ലിയേ, അതുകൊണ്ട് തുമാരെ കാര്യക്രമേ ആ നഹി പാവുക, എനിക്ക് നടക്കാൻ കഴിയില്ല എന്നുള്ള ആ ഒരു പ്രയാസം കൊണ്ട് തുമാരെ കാര്യക്രം, അല്ലെ, എന്താ കാര്യക്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ കാര്യക്രം കാ മത്ലബ് ക്യാ ഹേ? കാര്യക്രം എന്ന് പറഞ്ഞാൽ കലാപരിപാടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കലാപരിപാടിയിൽ എന്താണ്,
മേം ഞാൻ എന്തില്ല ആ നഹി പാവുങ്ക എനിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കഴിയില്ല, അല്ലെങ്കിൽ എനിക്ക് വരാൻ വേണ്ടിയിട്ട് സാധിക്കൂല. നമുക്ക് എഴുതി കൂടെ. അപ്പൊ ഇതുവരെ കോൺവെർസേഷൻ പൂർത്തീകരിക്കാൻ നമുക്കൊരു പ്രയാസമില്ല. അപ്പൊ അതിന് മാത്യു മറുപടി പറയാണ്, എന്താ പറയാ, മാ അമ്മേ ആപ്പ് ചിന്താ മത് കരേ, നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ അതിന് വരാൻ കഴിയില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അപ്പൊ മഹിള പറയാണ്, തോ ഫിർ മേ ക്യാ കരൂ ബേട്ടാ, തോ ഫിർ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ മോനെ, മേ ക്യാ കരൂ ബേട്ടാ, ഞാൻ എന്ത് ചെയ്യാനാ, ടെൻഷൻ അടിക്കാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് മോനെ എന്ന് ചെയ്യാണ് പറയാ. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചാൽ ഇത് വൈൻഡപ്പിലേക്ക് എങ്ങനെ എത്തിക്കാം. നമുക്ക് 4 5 മാർക്കിനാണ് ഇത് ഈ ചോദ്യം ഉണ്ടാവുക. അപ്പൊ എത്ര നമ്മൾ എഴുതും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ മാത്യു പറയാണ്, മേം യഹി ഗഡാ ഹോക്കർ ആപ്കെ ലിയേ ഗാവൂങ്ക. എന്താ പറഞ്ഞത്, മേം യഹി ഗഡാ ഹോക്കർ, ഞാൻ ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, പാട്ട് പാടും എന്ന് പറയാൻ. ഒരു അമ്മക്ക് മോനോടുള്ള ഒരു വാത്സല്യം അല്ലെ. അപ്പൊ മഹിള പറയാണ്, യഹ് തുമാരി ബഹുത്ത് ബഡാ ദയാലുദാഹേ, ഇത് നിന്റെ ഏറ്റവും വലിയ കൃപയാണ് കുഞ്ഞെ എന്ന് പറയാണ്. അപ്പൊ ചില അമ്മമാരുണ്ടാവും, അവരുടെ സ്വന്തം മകനല്ലെങ്കിൽ പോലും ആ മകനോടുള്ള ആ ഒരു ഇഷ്ടം, ആ ഒരു സ്നേഹം അല്ലെ. അപ്പൊ ഇത് നമുക്ക് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ വേണ്ടി സാധിക്കും. ഈ കഥയിൽ മുഴുവനായിട്ട് വളരെ മനോഹരമായിട്ട് ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതാ പറഞ്ഞത് സാറേ, ഇന്നത്തെ മിനി മാരത്തോണിലെ പാഠഭാഗം മുഴുവൻ നമ്മൾ സെറ്റാക്കും. അപ്പൊ ഇത് നിങ്ങൾക്ക് ആ പാഠഭാഗം നിങ്ങൾ മനസ്സിലാക്കി, ഈ ഒരു സംഭാഷണം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഈ തുമാരി ബഹുത്ത് ബഡാ ദയാലുദാഹേ, ഇത് നിന്റെ ഏറ്റവും വലിയ ഒരു കൃപയാണ് കുഞ്ഞെ എന്ന് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ വേണ്ടി സാധിക്കും. അത് നമുക്ക് പറയാം. മാത്യു പറയാണ്, ആപ് കാ ആശീർവാദ് ഹി മേരി സബ്സെ ബഡി താക്കത്ത് ഹേ. ഇത് ദയാലുതയാണ് എന്ന് പറഞ്ഞപ്പോൾ വളരെ ലളിതമായിട്ട് മാത്യു പറയാണ്, ആപ്കാ ആശീർവാദ് ഹി, അല്ലെ, നിങ്ങളുടെ ആശീർവാദം മാത്രമാണ് മേരി സബ്സെ ബഡി താക്കത്ത് ഹേ എന്നാ പറഞ്ഞത്. അതായത് എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ശക്തി, താക്കത്ത് എന്ന് പറഞ്ഞാൽ ശക്തി. അപ്പൊ നിങ്ങളുടെ ആശീർവാദമാണ് എൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് തന്നെ ഉള്ളത് എന്ന് എന്ത് ചെയ്യാണ് മാത്യു മഹിളയോട് പറയാണ്. അപ്പം മഹിള മറുപടി ആയിട്ട് പറയുന്നത് എങ്ങനെ, ബേട്ടാ മകനെ, യഹ് സ്നേഹ് മേരേ ലിയേ വരദാൻ ഹേ, മകനെ ഈ സ്നേഹം എനിക്ക് കിട്ടിയ ഒരു വരദാനമാണ് എന്ന് എന്ത് ചെയ്യാണ് സ്ത്രീ എന്ത് ചെയ്യാണ് മാത്യുയോട് പറയാണ്. അപ്പൊ മാത്യു പറയാണ്, ധന്യവാദ് മാജി, അല്ലെ, ധന്യവാദ്, നന്ദിയുണ്ട് അമ്മേ, അല്ലെ, മേരാ പ്രദർശൻ, എന്റെ കലാപരിപാടി അല്ലെങ്കിൽ എന്റെ പ്രദർശനം ആപ്കോ ഹി സമർപ്പിത് കർത്താഹും, എന്റെ ഈ കലാപരിപാടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, സമർപ്പിക്കുകയാണ് എന്ന് മാത്യു എന്ത് ചെയ്യാണ് മറുപടി പറയാണ്. ഇതിന്റെ ഏറ്റവും ലാസ്റ്റ് മഹിള വേണമെങ്കിൽ അച്ചാഹയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി എഴുതി കൊടുത്തിട്ട് ഈ കോൺവെർസേഷൻ പൂർത്തീകരിച്ചു. അപ്പൊ ഇത്തരത്തിൽ മഹിളയും നമ്മുടെ മാത്യുവും തമ്മിലുള്ള സംഭാഷണം ചോദിച്ചാൽ ഇത് എഴുതിയാൽ തന്നെ ധാരാളമാണ്. ഇതിന്റെ ഫുൾ മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഇതല്ലാതെ നിങ്ങൾക്ക് വേറെ രൂപത്തിൽ ചോദിച്ചിട്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പോൾ ഒരാൾ പറയുന്നതിന് നിങ്ങൾ 5 എണ്ണം ഒക്കെ, ഒരാൾ പറയുന്നത് 4 എണ്ണം ഒരാൾ പറയുന്ന രീതിയിൽ എന്തായാലും എഴുതണം. അത് 5 എണ്ണം ആയാലും 6 എണ്ണം ആയാലും കുഴപ്പമില്ല. അടിപൊളിയായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റായിട്ട് നിങ്ങൾ പേടിയൊക്കെ ഒഴിവാക്കി എഴുതുക എന്നുള്ളതാണ് എൻ്റെ മക്കൾ ചെയ്യേണ്ട കാര്യം. അപ്പൊ ഇതാണ് ഒരു കോൺവെർസേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം തന്നെയാണ്. അപ്പൊ ഇത് എഴുതും എന്നുള്ള ആളുകളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ സാർ എഴുതും എന്നൊന്ന് കമന്റ് ചെയ്യുക. മാത്രമല്ല, ഇനി വേറെ ഏതെങ്കിലും വീഡിയോ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ആ വീഡിയോ ഏതാണ് നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. വീഡിയോയുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എൻ്റെ മക്കൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോ പെട്ടെന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോ. അഗല വീഡിയോ में सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.